43 കൊല്ലം വേരുണ്ടായിരുന്നു. ഇതിലിടയ്ക്ക് ഒന്ന് രണ്ട് ഒരു ക്യാപ്പിന് ഒരു 4-5 കൊല്ലത്തോളം പുറത്ത് ഞാൻ ഈ കയർ ഫാക്ടറിയിലൊക്കെ പണിക്ക് പോകുമായിരുന്നു. അങ്ങനെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. 51 കയറി അത് 66 വരെ ഈ ലാബുണ്ടായിരുന്നു. 66 സമരത്തോടുകൂടി എല്ലാവരും സമരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാബ് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അത് ക്ലോസ് ചെയ്തിട്ട് പിന്നത്തെ വർക്കെല്ലാം മദ്രാസിലാണ് ഈ പ്രോസസ്സിങ്. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ വേറെ പണിയിലേക്ക് നീങ്ങി. ഷൂട്ടിങ്ങിൻ്റെ കൂടെയും ഈ ആർട്ട് സെറ്റ് വർക്കിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ഉദയ സ്റ്റുഡിയോയിൽ നിന്ന കാലം തൊട്ട് ഈ സുഖസൗകര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമാ ലോകത്ത് എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം സുഖസൗകര്യത്തിൻ്റെ പിന്നിൽ വന്നിട്ടുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഭക്ഷണം പോലും ഞാൻ വിട്ടു നിന്നിട്ടുള്ളത്. എൻ്റെ രണ്ടാമത്തെ മകനെയും കൊണ്ട് ഞാൻ വൈകിട്ട് പണിയും കഴിഞ്ഞ് നേരെ ഇങ്ങ് പോരും, ഇവിടെ വന്ന് കഞ്ഞിയും എന്തെങ്കിലും കിടക്കും. 43 വർഷം സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തെങ്കിലുമേ നമ്മുടെ ഈ എല്ലാ സെക്ഷനിലും അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഇതിലല്ല. ആർട്ടിൽ, ഷൂട്ടിങ്, ഇവിടെ ലാബിൽ, ഇങ്ങനെ പല സെക്ഷനിൽ വരുന്നു. അതിൽ ഒരു പടത്തിൽ മാത്രം ഈ ആർട്ടിൽ പണി ചെയ്തതായിട്ട് ഈ ഒരു ഏതോ ഒരു പടത്തിലുണ്ട്, ബോച്ചൻ്റെ കാലഘട്ടത്തിലുണ്ട്. ഈ PP ജോസഫ് ആർട്ട്, PP ജോസഫ് എന്നും പറഞ്ഞൊരു. അല്ലാണ്ട് വേറൊരു പടത്തിലും നമ്മുടെ പേരും വന്നിട്ടില്ല. ഈ വേര് തന്നെ വിളവ് നിന്നാൽ വെക്കുവോ? അങ്ങനെ ഉണ്ടാ താൻ പണ്ട് പോലീസ് ഇരുന്നില്ലേ പറഞ്ഞത്? തനിക്ക് ട്രാഫിക് അറിയാമോ? എനിക്ക് പലതും അറിയാം. എന്റെ തൈരിന്റെ കാശ് മര്യാദയ്ക്ക് അതില്ലെങ്കിൽ തനിക്ക് തൈരിന്റെ കാശ് തരാൻ പോന്നോ? എന്താ സാറ് പോലീസ് ആയതുകൊണ്ടായിരിക്കും. സാറല്ലേ സൈഡ് തെറ്റിച്ചൊന്ന് ഇടിച്ചത്. താൻ ആരോടാ നിങ്ങൾക്ക് ചോദിക്കാൻ? പോലീസ് സൂപ്രണ്ടോ? വല്ല പെണ്ണുങ്ങൾക്ക് എഴുത്തുകൊണ്ട് കൊടുക്കണോ? ഒരു ഉപഭോക്തം വന്നിരിക്കുന്നു. അപ്പൊ ഏതായാലും ഇതിന് സമാധാനം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. ഇല്ലേലോ തന്നെ ഈ സകല കോടതിയിലേക്ക് നാണുനാര് കയറ്റും. നാണുനാരെന്നെ കോടതിയിലല്ല കയറ്റുന്നത്. നിങ്ങളെപ്പോലുള്ള കുറെ ആളാണ് ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നത്. തൊപ്പി തലയിൽ കയറി ഉടനെ വലിയ ബ്രഹ്മമാണെന്ന ഭാവം. എന്നാലേ എനിക്ക് കാശ് കൊടുക്കാൻ മനസ്സില്ല. ഇവിടെ നാണുനാരെ മര്യാദയ്ക്ക് എന്റെ കോഴിയുടെ കാശ് എന്തിനുണ്ടല്ലോ. റിട്ടേൺ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടുത്തേണ്ട സിലിണ്ടർ ആയിരിക്കും. അപ്പോഴേ നാണുനാര് ഇതിനു മുമ്പ് സൈക്കിൾ കയറിയിട്ടുണ്ട്, മുട്ടിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, കൈമുടക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ കൈ മേടിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കൊടുത്തതൊന്നും എഴുന്നേറ്റ് പോയിട്ടുമില്ല. മര്യാദക്ക് എന്റെ തൈരിന്റെ കാശായിരുന്നു. തന്റെ തൈരിന്റെ കാശിലായിരുന്നു. എന്റെ തൈരിന്റെ കാശില്ല തന്നെ ഞാൻ പിടിക്കാം. എന്റെ കോഴിയുടെ കാശില്ല തന്നെ ഞാൻ പിടിക്കും. പിന്നെ നമ്മൾ ഈ പെൻഷന് വേണ്ടി അപേക്ഷിച്ചെങ്കിലും അതിനെപ്പറ്റി യാതൊരു ഇതും കിട്ടിയിട്ടുമില്ല. വേണ്ടാന്ന് വെച്ച്.